ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീഞ്ഞും മയക്കുമരുന്നും ഇതിനെപ്പറ്റി രണ്ട് വാക്ക്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 31-ാമത്തെ 27-ാം വചനം കാണിക്കുകയാണ്. മിതമായി കുടിച്ചാൽ വീഞ്ഞും മനുഷ്യന് ജീവൻ പോലെയാണെന്ന്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതമെന്ന്. വീഞ്ഞ് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന്. ഇത് പ്രഭാഷകനിലൂടെ പറയുന്നത് നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിരിക്കണം, അല്ലാത്തവൻ ഇത് തൊടുകയെ പോലും അരുതെന്ന്. മയക്കുമരുന്ന് നമ്മൾ ഒട്ടും അഡിക്റ്റാകാൻ പാടില്ല. നമുക്ക് കൂടെ ഉണ്ടാകുന്ന രോഗത്തെയും നമ്മുടെ ഉദരത്തെയും കരുതിയിട്ട് നമുക്ക് അല്പം മിതമായ സമയത്ത് നല്ല ഇത്തിരി വീഞ്ഞ് കഴിക്കുന്നത് നല്ലതാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 23-ാം വചനം കാണിച്ചിരുന്നത്. നീ വിശുദ്ധി പാലിക്കണം. വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധം പാടില്ല. അല്പം വീഞ്ഞ് അത് നിൻ്റെ ഉദരത്തെയും കൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയും പരിഗണിച്ച് അത് നല്ലതാണ്. കൺട്രോൾ പവർ വേണം നമുക്ക്. കൺട്രോൾ ഇല്ലാത്തവൻ അത് തൊടുകയോലും അരുത്. കാരണം ഇന്ന് പല കുടുംബങ്ങളും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മകൻ അമ്മയെ തല്ലിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ തല്ലിക്കൊല്ലുന്നു, അമ്മ കുഞ്ഞു പൈതലിനെ മാരകമായിട്ട് കൊല്ലുന്നു. എന്തെല്ലാം ന്യൂസുകൾ. എന്നതുപോലെ തന്നെ കൊച്ചു പിള്ളേരെ കൂട്ടത്തോടുകൂടി റേപ്പ് ചെയ്യുന്നു. മയക്കുമരുന്നിന് അഡിക്റ്റായവരാണ്. അരുതേ, മയക്കുമരുന്ന് ഒരിക്കലും കഴിക്കരുത്. അതിനെ എതിർക്കുക. അത് 100% തെറ്റ് തന്നെയാണ്. കൺട്രോൾ പവർ ഉണ്ടെങ്കിൽ അല്പം വീഞ്ഞ്. കൺട്രോളില്ലാതെ നമ്മളൊന്നും കഴിക്കരുത്. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മദ്യമാണെങ്കിലും വീഞ്ഞാണെങ്കിലും അതുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ലിവർ പേഷ്യൻ്റായിട്ട് മാറും, രോഗിയായിട്ട് മാറും, പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ മാറും, ഹാങ് ഓവർ കാരണം പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ മാറും, വീട്ടിൽ ദാരിദ്ര്യവും മക്കളെ വളർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും, മക്കളുടെ വിദ്യാഭ്യാസം പോകും, അവരും ഇതുപോലെ തന്നെ പാർവണത്തിലാവും. അങ്ങനെ ആവരുത്. ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പനൊരു മദ്യപാനിയായിരുന്നു, തീർത്തും മദ്യപാനിയായിരുന്നു. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മദ്യപാനം പൂർണ്ണമായിട്ടും നിർത്തി. പള്ളിയായിട്ട് ബന്ധമായി. അപ്പം മരണപ്പെട്ടു. അപ്പനിപ്പോൾ 84 വയസ്സ് ആയപ്പോഴേക്കും മരണപ്പെട്ടു. അന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, എടാ അപ്പം മദ്യപാനം നിർത്തിയെങ്കിലും അപ്പനെ കുറച്ച് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അപ്പൻ പെട്ടെന്ന് രോഗാവസ്ഥയിലായി മരണപ്പെടുന്നു. അത്രയ്ക്കും മദ്യപാനിയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനത് ശ്രമിക്കാം, എനിക്ക് മനസ്സുകൊണ്ട് താല്പര്യമില്ല. ഞാനങ്ങനെ അത് കേട്ടിട്ട് ഞാനൊരു പൈൻറ്റ് ഒരു ദിവസം മേടിച്ചു കൊടുത്തു. അപ്പനത് സ്വീകരിച്ചില്ല. അപ്പൻ്റെ ആ ഒരു നല്ല മനസ്സ്. അപ്പൻ 84 വയസ്സ് വരെയും ജീവിച്ചു. 60 വയസ്സിൽ നിർത്തി, പിന്നെയും 30-34 വയസ്സ്, 20-24 വയസ്സ് വരെ 20-24 വർഷത്തോളം വീണ്ടും ആരോഗ്യത്തോടെ നിന്നു. മദ്യപാനം ഒഴിവാക്കുക സഹോദരങ്ങളെ. ഞാൻ വല്ലപ്പോഴും വല്ല കമ്പനി സേഫിന് വേണ്ടി ആരെങ്കിലും നിർബന്ധിച്ചാൽ ഇത്തിരി, മാക്സിമം 1 പെഗ് അല്ലെങ്കിൽ 2 പെഗ്, അത് കവിഞ്ഞില്ല, വേറെ ഒന്നുമില്ല. അങ്ങനെ ആയിത്തീരണം നമ്മൾ. അത് വല്ലപ്പോഴും വല്ല ക്രിസ്മസിനോ വല്ല കമ്പനി സേഫിന് വേണ്ടിയിട്ട് മാത്രം. കമ്പനി കൂടുമ്പോൾ വല്ല കല്യാണത്തിനൊക്കെ കമ്പനി കൂടുമ്പോൾ വളരെ ഒത്തിരി, അല്ലാതില്ല. തുടരുത് മക്കളെ. തൊട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം കുടുംബത്തിൽ നിന്നൊഴിയില്ല, കീഴത്തൊന്നും എടുക്കേണ്ടി വരും. നമ്മുടെ പിള്ളേരെ പറവണമെന്നല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതിനനുവദിക്കരുത്. മയക്കുമരുന്നിനെ നമ്മൾ തീർത്തും അതിനെ അവോയ്ഡ് ചെയ്യുക, തള്ളിക്കളയുക, ബഹിഷ്കരിക്കുക, പ്രതികരിക്കുക. കള്ള് അത് തെങ്ങിൽ നിന്നും ലൈസൻസോടുകൂടി ഉണ്ടാക്കുന്നു. പക്ഷെ അത് അല്പം കള്ളെന്നുള്ളതാണ്. പക്ഷെ അത് ഇന്ന് കിട്ടാനില്ല, ഒറിജിനൽ ഇന്നില്ല. കള്ള് എന്ന് പറയുന്ന വിൽക്കുന്നതെല്ലാം എന്താണെന്ന് നമുക്കറിയില്ല. ഒറിജിനൽ നമുക്ക് കിട്ടില്ല. വീഞ്ഞ് അത് ഒറിജിനലാണോ ഇല്ലെന്നറിയില്ല. പക്ഷെ അത് കഴിക്കുന്നതല്ല. കുറച്ച് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.